എത്ര അഴുക്കു പിടിച്ച പില്ലോയും വളരെ എളുപ്പത്തിൽ തന്നെ പുത്തൻ പോലെ ആക്കിയെടുക്കാനുള്ള കിടിലൻ ടിപ്പുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. പഴയ പില്ലോകൾ വീട്ടിലുള്ളവർ മിക്കവാറും എല്ലാവരും തന്നെ അത് കളയാറാണ് പതിവ്. ഇനി ആരും കളയണ്ട, ഇങ്ങനെയുള്ള പില്ലോകളെല്ലാം പുതുപുത്തൻ പോലെയാക്കാം. ഒരുപാട് ചെളിയും എണ്ണമെഴുക്കുമൊക്കെയുള്ള ഈ ഒരു പില്ലോയാണ് ഞാൻ കഴുകാനായി എടുത്തിരിക്കുന്നത്. ആദ്യം ഈ പില്ലോ മുക്കി വെക്കാൻ പറ്റുന്ന വലിപ്പത്തിലുള്ള ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 സ്പൂൺ കല്ലുപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക. എത്ര ഹാർഡായിട്ടുള്ള കറയും അഴുക്കുമെല്ലാം പോകാനായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ബേക്കിംഗ് സോഡ. 1/2 ടീസ്പൂൺ വിനാഗിർ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു അല്പം മാത്രം കോൾഗേറ്റിൻ്റെ പേസ്റ്റ് കൂടി ചേർക്കാം. നമ്മൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന കോൾഗേറ്റിൻ്റെ കവർ ഉണ്ടെങ്കിൽ ആ കവറ് ഈ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതി. നല്ലൊരു വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയാണ് പേസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ തുണി അലക്കാനായി ഉപയോഗിക്കുന്ന സോപ്പ് പൊടിയോ ലിക്വിഡോ ഏതാണുള്ളതെങ്കിൽ അത് ഒരു 5 ml ചേർത്ത് കൊടുക്കുക. ഇനിയും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലിട്ട ഉപ്പുകല്ലൊക്കെ നല്ലതുപോലെ അലിഞ്ഞു വരുന്നവരെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ കഴുകാനായി എടുത്തു വെച്ചിരിക്കുന്ന പില്ലോ മുക്കി വെക്കുക. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് മുക്കി വെക്കുക. ഇതിൻ്റെ എല്ലാ സൈഡും മുങ്ങത്തക്ക വിധം വേണം മുക്കി വെക്കാൻ. പില്ലോ മുഴുവനായും നനഞ്ഞു കിട്ടണം. വെള്ളം കുറവായി തോന്നുന്നുവെങ്കിൽ കുറച്ച് ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിന് വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇത് പൊങ്ങി വരും. അതുകൊണ്ട് തിരിച്ചു മറിച്ച് വിട്ടു കൊടുത്ത് നല്ലതുപോലെ മുക്കിയെടുക്കുക. ഇതിങ്ങനെ അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. അരമണിക്കൂറിന് ശേഷം ഈ വെള്ളത്തിൽ തന്നെ ഒന്ന് കഴുകിയെടുക്കുക. ഈ വെള്ളം മാറ്റിയ ശേഷം 2 പ്രാവശ്യം കൂടി കഴുകിയെടുക്കുക. ഇങ്ങനെ 1-2 പ്രാവശ്യം കഴുകിയതിന് ശേഷം നമുക്ക് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഡയറക്റ്റായിട്ട് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കരുത്. നമ്മൾ ഇതിൽ ചേർത്ത ഉപ്പ്, വിനാഗിർ, സോഡാപ്പൊടി ഇതൊക്കെ വാഷിംഗ് മെഷീനിൽ വീഴുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് നല്ലതുപോലെ കഴുകിയതിന് ശേഷം മാത്രം വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കുക. ഇനിയും വാഷിംഗ് മെഷീൻ ഇല്ലാത്തവർക്ക് ഇതുപോലെ കമ്പിയിലോ മറ്റോ തൂക്കിയിട്ട് വെള്ളം മുഴുവനായും പോയ ശേഷം വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക. ലാസ്റ്റ് കഴുകുന്ന വെള്ളത്തിൽ നമുക്കൊരു മണത്തിന് വേണ്ടി കുറച്ച് കംഫർട്ട് കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല വെയിലുള്ള സമയത്ത് മാത്രമേ ഇത് കഴുകാനായി എടുക്കാവൂ. എത്രമാത്രം അഴുക്ക് പിടിച്ച പില്ലോ ആണെങ്കിലും നമുക്ക് ഇതുപോലെ പുത്തൻ പോലെ ആക്കിയെടുക്കാൻ പറ്റും. ഇതിനി സ്പിന്നിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഉണക്കിയെടുക്കാം. ഇതിനകത്ത് കട്ട പിടിച്ച് കിടക്കുന്നതൊക്കെ ഒന്ന് മാറാനായി കൈകൊണ്ട് ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇതിൻ്റെ വെള്ളമെല്ലാം പോയിട്ടുണ്ട്. ഇതിനിയും വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയെടുക്കുക. നല്ല വെയിലുള്ള സമയം നോക്കി വേണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ. വെയിൽ കൊള്ളുന്നതിനനുസരിച്ച് ഇതിങ്ങനെ പൊങ്ങി വരും. ഇതൊന്ന് അടിച്ചു കൊടുത്താൽ മതി. നല്ല പുതിയതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നോക്കൂ, പുതിയതായി വാങ്ങിയ പില്ലോ പോലെ തന്നെയായി. അപ്പോൾ നിങ്ങളും ഇതുപോലൊന്ന് ചെയ്തു നോക്കൂ. നല്ല റിസൾട്ട് തന്നെ കിട്ടും.